എന്താന്നറിയില്ല, ഇന്ന് അല്പം നേരത്തെ ആയിപ്പോയി എണീറ്റത്. പിന്നെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. എങ്കിൽ പിന്നെ അങ്ങ് എണീക്കാന്ന് ഞാനും നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ അങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. ആരും ഉറങ്ങുന്നോണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഈ വീഡിയോയിൽ കാണുന്ന സ്പീഡൊന്നും ഇല്ല, വളരെ പതുക്കെയാണ് കേട്ടോ ഞാൻ ഈ അരിയൊക്കെ കഴുകിയെടുക്കുന്നത്. വെള്ളം തിളച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അരിയും വെള്ളവും കൂടി ഒരുമിച്ച് തിളക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും പുറത്ത് അത്യാവശ്യത്തിന് വേണ്ട വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്ന ഒരു ടൈമാണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് കുറച്ചു നേരം പുറത്തൊന്നും നടന്നു. ഞാൻ ഈ സമയങ്ങളൊക്കെ കാണാറ് വളരെ കുറവാണ്. അവസരം കിട്ടിയാലോ ഞാനത് മുതലെടുക്കും. പുറത്തെ പൈപ്പിലെ വെള്ളത്തിന് നല്ല തണുപ്പുള്ളതുകൊണ്ട് മുഖം കഴുകി അകത്തോട്ട്. ഇന്നലെ ചിക്കൻ മേടിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ കറിയാക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞു. രാവിലെ തന്നെ എണീറ്റ് കരയാന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥ. ഈ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവർ എന്തിനാണ് ഈ ഗ്ലിസറിൻ വാങ്ങുന്നത്? 2 ഉള്ളി മേടിച്ചു. അപ്പൊ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആരോട് എണീറ്റ് കഴിഞ്ഞിട്ട് കറി വെക്കാന്നാണ് വിചാരിക്കുന്നത്. തലേന്ന് ഓവനിൽ എന്തോ ഉണ്ടാക്കിയത്. ഓവനിൽ നിറച്ച അഴുക്കായിരുന്നേ, അത് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടേ എന്റെ മോനെ. അപ്പോഴേക്കും നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് സെറ്റ് ആയിട്ടുണ്ട്. എന്ത് അടിപൊളി ഫ്രൈ. നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. ഇനി അവനെ നമുക്ക് എടുത്ത് റൈസ് കുക്കറിലോട്ട് ഇറക്കി. ഇനി അവരായി അവരുടെ പാടം ഉണർന്നു കഴിഞ്ഞിട്ട് ആരോഗ്യം കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്തോണ്ട് വയ്ക്കുന്നു. രാവിലെ എണീറ്റ് ജോലികളെല്ലാം പെട്ടെന്ന് തീരുമെങ്കിലും ഭയങ്കര തലവേദന. ഇനി രാവിലെ ആരോഗ്യം കൊടുക്കാനായിട്ട് അരമുറി പഴം കൂടി നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇത് മുഴുവനൊന്നും കഴിക്കില്ല, എന്നാലും ഇന്നത്തെ വൈറ്റമിൻ ഡി മുഴുവൻ എനിക്ക്. രാവിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകും. മീൻവണ്ടിയും പാൽവണ്ടിയും ഒക്കെ പോകുന്നു. റബ്ബർ വെട്ടുന്ന അപ്പനും പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പഴം ഇവിടെ പുഴുങ്ങിയിട്ടു. കറി വെക്കാനുള്ള ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് ഞാനും ആരോട്ടിയുടെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. ഓക്കെ, ബൈ.